അപ്പോൾ എല്ലാവരും അവരുടെ വിലപ്പെട്ട സമയം രക്ഷണത്തിന് വേണ്ടി ചെലവാക്കാൻ ശ്രമിച്ചതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എനിക്കൊന്ന് തൃശ്ശൂരാണ് തോന്നുന്നു ഇത്രയധികം അംഗങ്ങളല്ലേ രക്ഷണത്തിൻ്റെ. അത് വളരെയധികം സന്തോഷപ്പെട്ട കാര്യമാണ്. തൃശ്ശൂർ അല്ലെങ്കിലും ഈ കാര്യത്തിൽ ഇത്തിരി തൃശ്ശൂർ ഈ കാര്യത്തിൽ ഇച്ചിരി സ്ട്രോങ് ആണ്. ആദ്യം മുതലേ അങ്ങനെയാണ്. എല്ലാ രീതിയിലും സുരാറിനെ പോലുള്ള അതിനെ പോലുള്ള ആളുകളുടെ പ്രവർത്തനം വളരെയധികം സ്ട്രോങ് ആയിട്ട് ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് കൂടിയാണ്. പക്ഷെ എല്ലാം അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ അവനവന്റെ ഉത്തരവാദിത്വത്തിൽ കൂടി മുന്നോട്ട് പോകണം. അവരെ കുറിച്ച് ഭാരം കുറച്ചു കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഭക്ഷണത്തിന്റെ അധികാരികളാണ്. ആരും ചെറുതും വലുതൊന്നുമില്ല. ഇവിടെ നമ്മൾ ഹൈന്ദവന്റെ സേവനം ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഹൈന്ദവന് വേണ്ടി മാത്രം. അതാളുകൾ ചോദിക്കും നമ്മൾ എന്തുകൊണ്ട് ഹൈന്ദവന് മാത്രം, അത് അത്രേ ഉള്ളൂ. അതിനെന്താണ് കൂടുതലായിട്ട് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നുമില്ല. ഹൈന്ദവന് വേണ്ടി മാത്രം നമ്മൾ തുടങ്ങിയൊരു സംരംഭമാണ്. എനിക്ക് ഈ ലക്ഷണം തുടങ്ങിയ ഒരു സമയം മുതലേ ഒരുപാട് കോളുകൾ വരുന്നത് എന്താ പറയാ, ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ജപ്തി, പല ആളുകളും ഇന്ന് ജപ്തിയിലെ ഇതിലൊക്കെ പല ആളുകളും ഉണ്ടായിരിക്കാം. ജപ്തി കേസുമായി ബന്ധപ്പെട്ടുള്ളത് പല വിഷയങ്ങളും എനിക്ക് സങ്കടകരമായിട്ട് തോന്നിയത് ഇതെല്ലാം സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വായ്പയാണ്. അതൊരു വലിയ സങ്കടമാണ്. ഞാൻ പലരോട് ചോദിച്ചു, ഈ കെട്ടിച്ചു വിട്ട കുട്ടികൾ, നിങ്ങളിപ്പോ ഈ ലോണൊക്കെ എടുത്തിട്ട് അയച്ച കുട്ടികളുണ്ടല്ലോ, അവരുടെ ഒരു റെസ്പോൺസ് എന്താണ് ഈ വിഷയത്തിൽ എന്ന് ചോദിച്ചു. അപ്പൊ അവർക്കൊന്നും ഇതിൽ യാതൊരു താല്പര്യമില്ല. അച്ഛനമ്മയും പെരുവഴിയിൽ പോളി പൊക്കോട്ടെ എന്നുള്ളൊരു ധാരണയാണ്. ഇതാദ്യം നമ്മളിതിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ നിർത്താം. ഞാൻ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു മേടയിൽ പറയാൻ പറ്റുന്നതാണ്, മക്കളെ കല്യാണം കഴിച്ച് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് കൊടുത്തയക്കുക. വെറുതെ ഈ വീടൊന്നും കൊണ്ടുപോയി പണയപ്പെടുത്തിയിട്ട് അതുങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല, നടക്കണ കിട്ടൂല. കാരണം അവർക്ക് 100 എക്സ്ക്യൂസ് പറയാനുണ്ടാവും. ഭർത്താവിന് അസുഖം, ഭർത്താവിന് കടം, ഭർത്താവിന് ബിസിനസ്. നിങ്ങൾ പരിപാടിയിലോട്ട് പോകും, അതാണ് ഉണ്ടാവാൻ പോകുന്നത്. സത്യമാണ്. ഇത് പല ആൾക്കാരും പെട്ട് കഴിഞ്ഞു. ഇനി നിങ്ങളോട് ഞാൻ പറഞ്ഞു, പെട്ടു പോകരുത്. നിങ്ങൾക്ക് 5 പവന നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ കുട്ടിയാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. ധനം വന്നുള്ള സ്ത്രീധനല്ലേ. ഇതിലും വലിയ ധനം ആർക്ക് കൊടുക്കാൻ പറ്റും? അവന്റെ പാരമ്പര്യത്തെ കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒട്ടുകൊടുക്കുകയാണ്. അപ്പൊ സ്ത്രീധനാണ് ധനം. പിന്നെ അതിന്റെ മേലെ ധനം കഴിവുള്ളവൻ കിട്ടിയാൽ മതി. ഞാൻ അഭിപ്രായക്കാരാണ്. ഒരു പെണ്ണിനെ പോറ്റാൻ കഴിയുന്നവൻ കിട്ടിയാൽ മതി. ഈ അച്ഛന്റെ സമ്പാദ്യം ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് ആ കുട്ടിയെ പഠിപ്പിച്ച് ഈ ഒരു കല്യാണ പ്രായം വരെ എത്തിച്ചത് അദ്ദേഹത്തിന്റെ അധ്വാനം ചെറുതൊന്നുമല്ല. അത് കഴിഞ്ഞ് ഇതുങ്ങളുടെയൊക്കെ ഒരു ബാറ് കഴിഞ്ഞിട്ട് വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചാൽ തലയ്ക്ക് മേലെ ബാങ്കിന്റെ ജപ്തി നോട്ടീസ്.